നിങ്ങൾ പറഞ്ഞു വരുന്നത് ആംബുലൻസ് എത്രയും പെട്ടെന്ന് വിളിക്കണോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ കയറ്റി ഈ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണോ? ഞാനൊരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്നതിന് ശേഷം മാത്രമേ ആ രോഗിയെ പരിചരിക്കുകയുള്ളൂ. ശരിക്കും അങ്ങനെ ഉണ്ടോ? നമ്മളെ ഏറ്റവും അത്യാവശ്യം ഉള്ള ഘട്ടത്തിൽ വന്നപ്പം എന്ത് നടന്നു എന്നുള്ളതാണ്. ഏതൊരു ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾ ബേസിക് ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടും. നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ കിട്ടും. ആൾക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് വരാൻ ഉള്ള മടി അത് പലപ്പോഴും കാണാറുണ്ട്. 100 പേര് കൂടി നോക്കി നിൽക്കും, ആരിതിനെ ചെയ്യും. എല്ലാവരുടെയും പേടി ഞാൻ ഇനി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ കേസ് കോടതി ഇതിന്റെ പുറകെ പോകണമെന്നുള്ളതാണ്. കുറെ പേഷ്യൻസ് പാവം രക്ഷപ്പെടാതിരിക്കാനുള്ള റീസൺ തന്നെ ബ്ലഡ് ലോസ് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. പ്രണയനൈരാശ്യം കൊണ്ടൊക്കെ വന്ന് സൂയിസൈഡ് ചെയ്യുന്നവർ പോലീസിനെ അറിയിക്കരുത് എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും. People who understand the value of emergency medicine will understand that is the face of the hospital. അപ്പോൾ ആ ഫേസ് ഓഫ് ദ ഹോസ്പിറ്റൽ അത് നന്നായില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബാക്കി എന്ത് നോക്കിയിട്ട് എന്താ കാര്യം? ഒറ്റ നിമിഷം കൊണ്ട് മാറി മറിയുന്നതാണ് മനുഷ്യജീവിതം. പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതമോ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന അപകടങ്ങളോ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളോ വരുമ്പോൾ നമ്മൾ ആദ്യം ഓടിയെത്തുന്നത് എമർജൻസി മെഡിസിൻ വിഭാഗത്തിന് കീഴിലാണ്. ജീവിതത്തിനും മരണത്തിനും ഇടയിലുള്ള ആ ഒരു നിമിഷങ്ങളിൽ നമ്മളെ കൈപിടിച്ചുയർത്തുന്നത് അവിടുത്തെ ഡോക്ടേഴ്സാണ്. എന്താണ് എമർജൻസി മെഡിസിൻ, എങ്ങനെയായിരിക്കണം എമർജൻസി മെഡിസിനിലെ ചികിത്സ എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാനായിട്ട് എന്നോടൊപ്പം ഉള്ളത് 2 വിദഗ്ധരാണ്. അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ. നമുക്ക് വെൽക്കം ചെയ്യാം ഡോക്ടർ ജോബിൻ ജോസ്, പ്രൊഫസർ ആൻഡ് HOD, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. ഡോക്ടർ ടോം ഫിലിപ്പ്, സീനിയർ റെസിഡന്റ്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. നമസ്കാരം. ആദ്യം തന്നെ എന്താണ് ശരിക്കും എമർജൻസി മെഡിസിൻ എന്ന് പറയുന്നത്? ശരിക്കും പറഞ്ഞാൽ കുറച്ച് കൊല്ലങ്ങളായിട്ട് 2012 തൊട്ടിട്ട് ഒരു എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ 2013 ബാച്ചാണ് ഫസ്റ്റ്. ഇതൊരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ്. അപ്പോൾ നമ്മൾ കാഷ്വാലിറ്റിയാണ് കുറേ പേര് മനസ്സിൽ വരുന്നൊരു വാക്ക്. കാഷ്വാലിറ്റിയും എമർജൻസി ആയിട്ട് നല്ലൊരു വ്യത്യാസമുണ്ട് സത്യം പറഞ്ഞാൽ. കാരണം കാഷ്വാലിറ്റിയിൽ നിങ്ങൾ പൊതുവേ നിങ്ങൾ പോകുമ്പോൾ ഒരു RMO ആയിരിക്കും, ഒരു MBBS പഠിച്ചൊരു വ്യക്തിയായിരിക്കും അവിടെ ഇരിക്കുന്നത്. ആ ഡോക്ടറിന് അറിയില്ല എന്നല്ല, ഉറപ്പായിട്ട് അറിയാം. പക്ഷേ ആൾക്ക് ആ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇല്ലാത്തതുകൊണ്ട് ബേസിക് ആയിട്ട് ആൾക്ക് ഏത് കേസ് വന്നാലും ഫസ്റ്റ് ഒരു കൺസൾട്ടന്റിനെ വിളിക്കേണ്ടി വരും. നേരെ മറിച്ച് ഒരു സീരിയസ് കേസ് വന്നു കഴിഞ്ഞാൽ കൺസൾട്ടന്റ് അവിടെ തന്നെ ഫുൾ ടൈം ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അവർക്ക് എല്ലാ സീരിയസ് കേസ് മാനേജ് ചെയ്യാനായിട്ടുള്ള നോളജ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണ് ആ വ്യത്യാസം ഓഫ് എൻ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആൻഡ് കാഷ്വാലിറ്റി. അപ്പോൾ ഇപ്പോഴും ഹോസ്പിറ്റൽസ് കാഷ്വാലിറ്റി കാണുകയാണെങ്കിൽ അതിൻ്റെ സിമ്പിൾ ലോജിക് എന്ന് പറഞ്ഞാൽ അവരെ ഒരു കൺസൾട്ടൻ്റ് അവിടെ ഇല്ല, റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസേഴ്സ് മാത്രമേ ഉള്ളൂ. ഈ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസേഴ്സ് ബേസിക് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പക്ഷേ സീരിയസ് കേസസ് അവർ എത്രയും പെട്ടെന്ന് ICUലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ICUലത്തെ ഡോക്ടേഴ്സ് വന്നിട്ട് മാത്രമേ പേഷ്യൻസ് സ്റ്റേബിളൈസ് ആവുള്ളൂ. വേറാസ് നമ്മൾ അമല മാത്രമല്ല, വേറെ കുറേ ഹോസ്പിറ്റൽസ് ഇപ്പോൾ എമർജൻസി മെഡിസിൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ട്. അവരുടെ ആണെങ്കിൽ നമുക്ക് 24/7 കൺസൾട്ടൻസ് ഓൺ ദ ഫ്ലോർ ആണ്. ഓൺ ദ ഫ്ലോർ ഞാൻ പറയുമ്പോൾ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ നമ്മുടെ കൺസൾട്ടൻസ് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് കൺസൾട്ടേഷൻ നമ്മൾ വിളിക്കുന്നുള്ളൂ, അഡ്മിഷൻ ആവുന്നുള്ളൂ. അപ്പോൾ ഇപ്പോഴും കുറേ ക്രിട്ടിക്കൽ കെയർ ഡോക്ടേഴ്സ്, ഇപ്പോൾ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ പറഞ്ഞൊരു വിഭാഗം ഒരു പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് കൂടെയാണ്. അപ്പോൾ അവരുടെയും ഒരു ആസ്പെക്റ്റ് ഇതാണ്, എമർജൻസി മെഡിസിൻ ആൻഡ് ക്രിട്ടിക്കൽ കെയർ ഉണ്ടെങ്കിൽ അതൊരു കണ്ടിന്യൂസ് സർവീസാണ്. അത് കഴിഞ്ഞിട്ട് മാത്രമേ ബേസിക് ഡിപ്പാർട്ട്മെൻറ്റ്സിലോട്ട് പേഷ്യൻറ്റ് സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ വരുന്നുള്ളൂ. ഒരു സിമ്പിൾ ജസ്റ്റ്. ഇപ്പോഴും എല്ലാവരും പക്ഷേ കാഷ്വാലിറ്റി ഉള്ളിടത്താണ് എന്തെങ്കിലും ഒരു അപകടം വന്നാലൊക്കെ പെട്ടെന്ന് കൊണ്ടുപോകുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള അവയർനെസ് ആയി വരുന്നേ ഉള്ളൂ. ഇതൊക്കെ പുറത്ത് ഇതിനു മുമ്പും ഉണ്ടായിരുന്ന ഒരു സ്പെഷ്യാലിറ്റി ആണെങ്കിൽ പോലും ഇവിടെ വന്ന് നമ്മളെ തന്നെ ഒരു പബ്ലിസൈസ് ചെയ്യാത്തതിന്റെ കുഴപ്പമാണ്. അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പം ഇങ്ങനെയുള്ള പോഡ്കാസ്റ്റിലൊക്കെ വന്നിരിക്കുന്നത്. സോ ബേസിക്കലി അവർക്ക് കാഷ്വാലിറ്റിയിലേക്ക് പോകുന്നത് എന്തിനാ, എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക എന്നുള്ളതാണ് പ്രധാനം. ആളുടെ ട്രീറ്റ്മെന്റ് കണ്ടിന്യൂസ് ചെയ്യുക. കാഷ്വാലിറ്റി എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്കും വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന സർവീസസുകൾ തമ്മിൽ അത്ര നല്ലൊരു അന്തരം കാണും. കാരണം കാഷ്വാലിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് പറഞ്ഞ പോലെ തന്നെ RMOs ആയിരിക്കും. സോ അവർക്ക് അറിയില്ല എന്നല്ല, അവരും MBBS കഴിഞ്ഞതാ. പക്ഷെ നമ്മൾ അത് കഴിഞ്ഞ് 3 വർഷം കൂടെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി കഴിഞ്ഞതാ. അപ്പം നമ്മൾ കുറേ ഒരു ആസ്പെക്ട്സ് ഉണ്ട് ഇതിൻ്റെ അകത്ത് ട്രോമ, ടോക്സിക്കോളജി, അതായത് എന്തെങ്കിലും വിഷം ഉള്ളിച്ചെന്നിട്ട് വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ്സ് ആയിട്ട് വരിക, അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ്, അതുപോലത്തെ കണ്ടീഷൻസ് നമ്മൾ മാനേജ് ചെയ്യാൻ അതിനുള്ള കോഴ്സുകൾ നമ്മൾ ചെയ്തിട്ടാണ്. അതായത് ACLS, അതുപോലെ തന്നെ അക്യൂട്ട് ട്രോമ ലൈഫ് സപ്പോർട്ട്, അതുപോലെ തന്നെ ടോക്സിക്കോളജി, അതുപോലെ തന്നെ നമുക്ക് ആ വരുന്ന പേഷ്യൻസിന്
എന്താ പ്രശ്നമെന്ന് മനസ്സിലാക്കി, അതായത് നമുക്ക് കുറേ കൂടെ ഇൻവെസ്റ്റിഗേഷൻസ് നമുക്കവിടെ കിട്ടുന്നുണ്ട്. സാധാ ഒരു കാഷ്വാലിറ്റിയിലുള്ള പോലെ അല്ലാതെ നമുക്കിവിടെ പോയിന്റ് ഓഫ് കെയർ ടെസ്റ്റുകളുണ്ട്. നമുക്ക് അത്യാവശ്യം അൾട്രാസൗണ്ട് ചെയ്യാനറിയാം. നമുക്ക് അത്യാവശ്യം എക്കോ ചെയ്യാനറിയാം. അപ്പം ഇതെല്ലാം വെച്ച് ഒരു ഡയഗ്നോസിസിലേക്ക് എത്താനും ആ പേഷ്യന്റിനെ സ്റ്റെബിലൈസ് ചെയ്തിട്ട് മാത്രം അവിടുന്ന് മൂവ് ചെയ്ത് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് എത്തിക്കാനുമാണ് നമുക്ക് പറ്റുന്നത്. സോ കാഷ്വാലിറ്റിയിലേക്ക് വരുന്നത് ആ ഒരു ഡിഫറൻസ് ഇപ്പം മാറി വരുന്നുണ്ട്. ഈവൻ ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ പോലും എമർജൻസി ഡിപ്പാർട്ട്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നുണ്ട്. സോ ഈവൻ തമിഴ്നാട്ടിലല്ല ഇപ്പൊ എല്ലാ മെഡിക്കൽ കോളേജിലും എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇവിടെ തന്നെ ഇപ്പം കോഴിക്കോട് കുറേ നാളായി തുടങ്ങിയിട്ട്. തിരുവനന്തപുരത്തുണ്ട്, തൃശ്ശൂരുണ്ട്, കോട്ടയത്തുണ്ട്, ഇപ്പം എറണാകുളത്തുണ്ട്. അങ്ങനെ മിക്കിടത്തേക്കും എമർജൻസി ഫിസിഷ്യൻ വരുന്നുണ്ട്. അത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വരുമ്പത്തേക്ക് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കൺസൾട്ടന്റ് അവിടെ ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുണ്ട്. സോ പിന്നെ അവിടുന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് മാത്രം ബാക്കി കാര്യങ്ങൾ. പലയിടത്തും നമുക്ക് അതിനോട് അനുബന്ധിച്ച് തന്നെ ഒരു ICU ഉണ്ട്. സോ ദാറ്റ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യാൻ സമയം എടുക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് മാറ്റി സ്റ്റെബിലൈസ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് മാത്രം വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു ട്രാൻസിഷൻ ICU പോലെ കീപ്പ് ചെയ്ത് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകുന്ന പോലെയാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ എമർജൻസിയിൽ എത്തുന്ന രോഗികളെ ഇപ്പോൾ ആക്സിഡന്റ് കേസായിട്ട് അല്ലെങ്കിൽ ഒരു ഹൃദയാഘാതം വന്നിട്ട് എമർജൻസിയിൽ എത്തുന്ന രോഗികളെ എന്തൊരു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യം പരിചരിക്കുന്നത്, ഒരു ക്രൈറ്റീരിയ? ഇതിൽ വളരെ സിമ്പിളായിട്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് ഞാൻ പറയാം. നമുക്കൊരു ട്രയാഡ് സിസ്റ്റം ഉണ്ട്. ഈ ട്രയാഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഒരു 5 പേഷ്യൻസ് ഒരുമിച്ച് വന്നു. ഒരാൾക്ക് പനി, ഒരാൾ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി ഒരു ഹാർട്ട് അറ്റാക്ക് ആയിരിക്കും, അല്ലെങ്കിൽ കാർഡിയക് അറസ്റ്റ് ആയിരിക്കും, മറ്റാൾക്ക് ഒരു ചെറിയൊരു ആക്സിഡൻ്റ് ആയിരിക്കും, മറ്റാൾക്ക് പാമ്പ് കടിച്ചിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു 5 പേഷ്യൻസ് നമുക്ക് സ്റ്റാഫ് ഉണ്ടെങ്കിലും ചിലപ്പോൾ 2-3 ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതിൽ ട്രയാജിങ് എന്ന് പറഞ്ഞാൽ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പേഷ്യൻറ്റ് ഏതാണ് ഫസ്റ്റ് നമ്മൾ കാണേണ്ടത്, ഏതാണ് ഫസ്റ്റ് നമ്മൾ സ്റ്റെബിലൈസ് ചെയ്യേണ്ടത്. നമ്മൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഓരോ ന്യൂസിൽ ഒക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും. ലൈക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ പേഴ്സണൽ എഫക്റ്റും പേഴ്സണൽ ഒരു എക്സ്പീരിയൻസും ഉണ്ടാവും. ദാറ്റ് ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഡോക്ടർ വന്ന് കാണുന്നത്. പക്ഷെ നിങ്ങളുടെ ഇൽനെസ് എന്താണ്? ഒരു പനി മാത്രമായിട്ടായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആ അരമണിക്കൂർ വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു താമസം അവിടെ വരും. കാരണം അതിന് മോർ സീരിയസ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് പേഷ്യൻസ് അപ്പുറത്തുണ്ട്. അപ്പോൾ ആ ട്രയാജിങ് സിസ്റ്റം, ഒരു ഇൻ്റർനാഷണൽ ട്രയാജിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ആണ്. റെഡ് പേഷ്യൻസ് ഇമ്മീഡിയറ്റ്ലി അപ്പോൾ തന്നെ നമ്മൾ കാണണം. യെല്ലോ പേഷ്യൻസ് ഒരു 10 മിനിറ്റ്സിനുള്ളിലും ഗ്രീൻ പേഷ്യൻസ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിലാണ് നമ്മുടെ അമലയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ഈ ട്രയാജിങ് സിസ്റ്റം നിങ്ങൾ UK US പോയി കഴിഞ്ഞാൽ ഈ ഗ്രീൻ പേഷ്യൻസ് ഒക്കെ കാണുന്നത് ചിലപ്പോൾ 8-9 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. അതിൻ്റെ ന്യൂസൊക്കെ സ്ഥിരമായിട്ടുണ്ടാവും. ഈ അടുത്ത് തന്നെ കാനഡയിൽ ഒരു പേഷ്യൻ്റ് മരിച്ചത് അവർക്കൊരു ചെറിയൊരു ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് വിചാരിച്ചിട്ട് ഒരു 12 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ആ പേഷ്യൻ്റ് കാണുന്നത് തന്നെ. കാരണം ആ ഇനീഷ്യൽ ട്രയാജിങ് അവർക്കൊരു ഗ്യാസ്ട്രൈറ്റിസ് ആണെന്ന് വിചാരിച്ചിട്ടാണ് ട്രയ ചെയ്ത് പോയത്. പക്ഷേ ഇതേ സിസ്റ്റത്തിൽ നമുക്ക് കുറേ ക്രൈറ്റീരിയസ് ഉണ്ട്, ബേസിക് ടെസ്റ്റുകളുണ്ട്. എങ്ങനെ അത് തീരുമാനിക്കും, എങ്ങനെ അത് അണ്ടർസ്കോർ ചെയ്യരുത്, എന്നിട്ട് മാത്രമേ നമ്മൾ പേഷ്യൻസ് കാണുന്നുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റത്തിൽ 100% ഫുൾ പ്രൂഫ് അല്ല. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മളൊരു പേഷ്യൻ്റ് ഗ്രീൻ പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കും, ഫുള്ളി സ്റ്റേബിൾ പേഷ്യൻ്റ് ആണെന്ന് വിചാരിക്കും, അല്ലേ? നിങ്ങൾക്കിപ്പോൾ ഒരു വയറുവേദന ഉണ്ട്, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും യെസ് ചിലപ്പോൾ ഇൻഡൈജഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സ്പാസ്മോഡിക് പെയിൻ ആയിരിക്കും. അത് കണ്ടിട്ട് ഞാൻ ചിലപ്പോൾ ഒരു ഗ്രീൻ ആയിരിക്കും ഞാൻ ക്ലാസിഫൈ ചെയ്യാൻ പോകുന്നത്. പക്ഷേ ആ ഒരു അബ്ഡോമിനൽ പെയിൻ ഒരു ടോർഷൻ ആയിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ ഓവറീസ് അല്ലെങ്കിൽ ടെസ്റ്റസിന് പിരിഞ്ഞിട്ട് ബ്ലഡ് സപ്ലൈ കിട്ടാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ പേഷ്യൻസിനെ ഒന്ന് റിവ്യൂ ചെയ്യും. ഈ റിവ്യൂ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്രീൻ ആയിട്ടുള്ള പേഷ്യൻസ് നമ്മൾ റെഡ് ക്രൈറ്റീരിയയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. ഈ റെഡ് ക്രൈറ്റീരിയയിൽ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നമുക്ക് 1:1 പേഷ്യൻ്റ് കെയർ ആണ്. സ്റ്റാഫും ഡോക്ടറും ആ പേഷ്യൻ്റായിട്ടുള്ള റാപ്പിഡ് സംഭവങ്ങൾ. അപ്പോൾ ഡോക്ടർ ടോം പറഞ്ഞ മാതിരി നമുക്ക് പോയിന്റ് ഓഫ് കെയർ എക്യുപ്മെൻറ്റ്സ് അവിടെ ഉണ്ട്. ദാറ്റ് ഈസ് ഈ പോയിന്റ് ഓഫ് കെയർ എന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഏതൊരു ഹോസ്പിറ്റലിൽ പോയാൽ നിങ്ങൾ ബേസിക് ബ്ലഡ് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ എത്ര ടൈം എടുക്കും? ഒരു മണിക്കൂറിനുള്ളിൽ കിട്ടും. 1 മണിക്കൂർ അല്ലേ? നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് 5 മിനിറ്റിനുള്ളിൽ കിട്ടും. നമുക്ക് ബേസിക് ആയിട്ടുള്ള ക്രിയാറ്റിൻ്റെ ലെവൽസ്, ബ്ലഡ് കൗണ്ട്സ്, നമ്മുടെ ഡ്രോപ്പായി, ഇതെല്ലാം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിനുള്ളിൽ തന്നെ ഉണ്ട്. 5 മിനിറ്റിനുള്ളിലൊക്കെ ഇതിൻ്റെ എല്ലാത്തിനും റിസൾട്ട് നമ്മുടെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് സത്യം പറഞ്ഞാൽ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ബൈസ്റ്റാൻഡേഴ്സിനോട് പറയും, നമ്മളൊന്ന് നോക്കി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് പറയാം. കാരണം അപ്പോഴേക്കും റിസൾട്ട്സും എല്ലാനായിട്ടാണ് നമ്മൾ അവരോട് സംസാരിക്കുന്നത്.
ഈ ഒരു ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ ഈ നിങ്ങൾ ലാബിലോട്ട് വിടണം. ലാബിലോട്ട് ആദ്യം പോയി ബില്ലടയ്ക്കണം. ബില്ലടച്ച് ലാബിലോട്ട് നടക്കണം. ലാബിൻ്റെ റിസൾട്ട്സ് വരാനായിട്ട് അപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന 1 ഹവറിൻ്റെ ഉള്ളിൽ കിട്ടാന്ന് പറഞ്ഞാൽ തന്നെ വളരെ വലിയൊരു കാര്യമാട്ടോ. കാരണം എത്രത്തോളം സാമ്പിൾസ് അവർക്ക് കിട്ടുന്ന അനുസരിച്ചിട്ടാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് റിപ്പോർട്ട്സ് കിട്ടുക. പൊതുവേ ഒരു 1 1/2 ഹവേഴ്സാണ് ആവറേജ്. അതെടുക്കാറുണ്ട്. യെസ്. അത് ഉറപ്പായിട്ടും. ഉം. കാരണം ഞാൻ എമർജൻസി മെഡിസിൻ എടുക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊരു തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ ഒരു 12 ഹോസ്പിറ്റൽസ് ഞാൻ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം എല്ലാ ഹോസ്പിറ്റൽസിൻ്റെ ഒരു സ്ട്രക്ചറും അവരുടെ വർക്ക് ഫോഴ്സും എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് അറിയാം. അത് കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഞാൻ എടുത്തത്. അപ്പോൾ അതെല്ലാം ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ഈ അമല എമർജൻസി മെഡിസിൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അമല എമർജൻസി മെഡിസിൻ 2018 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഡോക്ടർ ടോമൊക്കെ ഇവിടെ ഒരു വർഷമായിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ അന്ന് തന്നെ നമുക്ക് ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ പറ്റി. അച്ഛന്മാരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. ദേ അണ്ടർസ്റ്റുഡ്. പീപ്പിൾ ഹു അണ്ടർസ്റ്റാൻഡ് ദ വാല്യൂ ഓഫ് എമർജൻസി മെഡിസിൻ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഈസ് എ ഫേസ് ഓഫ് ദി ഹോസ്പിറ്റൽ. അപ്പോൾ ആ ഫേസ് ഓഫ് ദ ഹോസ്പിറ്റൽ അത് നന്നായില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബാക്കി എന്ത് നോക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ അതാണ് കാരണം കാര്യം. ആൾക്കാർക്ക് എപ്പോഴും ഇതിരിക്കുന്നത് നമ്മളെ ഏറ്റവും അത്യാവശ്യം ഉള്ള ഘട്ടത്തിൽ വന്നപ്പം എന്ത് നടന്നു എന്നുള്ളതാണ്. അതാണ് അവരുടെ മൈൻഡിൽ നിൽക്കുന്നത്. സോ എപ്പോഴും ആ ഒരു പേടിയിലും ആ ഒരു ഇതത്തിൽ ഓടി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഒരു ഇമേജും ബിൽഡ് ചെയ്യുന്നത്. പിന്നെ അത് തന്നെയാണ് ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഒരു ഒ പി ഡി പോലെ ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞിട്ടല്ല നമ്മൾ അടുത്ത പേഷ്യൻ്റെ കാണുന്നത്. സോ ഇവരെല്ലാവരും കൂടെ ഒരു ഒരു ഫ്ലോയിൽ ഇങ്ങ് വരുക. അപ്പം നമുക്ക് കയ്യിലുള്ള റിസോഴ്സസും ഡോക്ടേഴ്സും നേഴ്സസും വെച്ച് എത്ര എത്രത്തോളം ആൾക്കാർക്ക് മാക്സിമം സഹായം മാക്സിമം പേരെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു ഇത്. അതിനാണ് ഈ ട്രയാജ് സിസ്റ്റം. ഈ ഒരു സിസ്റ്റത്തില് ഏറ്റവും മുൻഗണന കൊടുക്കേണ്ട രോഗികൾ ഏതൊക്കെ വിഭാഗത്തിലുള്ള എന്ത് അസുഖം വരുമ്പോഴാ അങ്ങനെ പറയാനായിട്ട് പറ്റുമോ? നമുക്ക് മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഉണ്ടല്ലോ. ലൈക്ക് ബ്രെയിൻ, ഹാർട്ട്, ലങ്സ്, ലിവർ, കിഡ്നീസ്. ഇതിൻ്റെ ഒരു അംശം ഒരു കൺസോൾട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെല്ലാ ഓർഗൻസിൻ്റെ ഒരു ടെർമിനൽ സ്റ്റേജ് ഉണ്ട്, ഒരു ബേസിക് കണ്ടീഷനും ഉണ്ട് അല്ലേ? നിങ്ങൾ ഹാർട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ? ഹാർട്ട് നിന്ന് കഴിഞ്ഞാൽ ആണല്ലോ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള സംഭവം. അതാണ് കാർഡിയക് അറസ്റ്റ്. അത് റെഡാണ്, ഇമ്മീഡിയറ്റ് നമ്മൾ ചെയ്യും. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ലങ്സിനെ എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യം. ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ ഉറപ്പായിട്ട് ഇമ്മീഡിയറ്റ്, അതാണല്ലോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം. നിങ്ങളുടെ ബി പി എനിക്ക് കിട്ടുന്നില്ല, റീഡ് ചെയ്യാവുന്നില്ല, അത് മൾട്ടിപ്പിൾ കോസസ് ആയിരിക്കും. അത് ആക്സിഡൻറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ബ്ലഡ് ലോസ് കാരണമായിരിക്കും, അല്ലെങ്കിൽ ബ്ലഡ് പുറത്തേക്ക് പോകണമെന്നില്ല, അത് ഉള്ളിൽ അല്ലെങ്കിൽ ഫ്രാക്ചർ കാരണമായിരിക്കും. അപ്പോൾ നമുക്ക് ബേസിക് ക്രൈറ്റീരിയ ഉണ്ട്. നമ്മൾ എന്തായാലും ആ ക്രൈറ്റീരിയ തന്നെ നമ്മൾ പഠിക്കാനായിട്ടൊരു ആ, 2 to 3 ഇയേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പോഡ്കാസ്റ്റിൽ അതെ. നമുക്ക് പറയാൻ അതെന്തായാലും പറ്റില്ല. എക്സ്പ്ലെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഉം, ഉം. നമ്മുടെ ബ്രെയിനിന് പറ്റുന്നതും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഈ ശ്വാസവുമായി ബ്രെയിനിൽ ബന്ധപ്പെട്ട്. പറഞ്ഞ മാതിരി സ്ട്രോക്ക് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ രക്തസ്രാവം ഉണ്ടാവുക, അല്ലെങ്കിൽ ആ രക്തക്കുഴലിനുള്ളിൽ ബ്ലോക്ക് ഉണ്ടാവുക. രണ്ടും നിങ്ങൾക്ക് സംസാരിക്കാനുള്ള കഴിവ് ശേഷി പോകുന്നു, അല്ലെങ്കിൽ വീക്ക്നെസ് ഡെവലപ്പ് ചെയ്യുന്നു. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അതും ഒരു കാരണം. നമുക്ക് അലിയിക്കാനായിട്ടുള്ള മരുന്നുകൾ ഒരു 3 മണിക്കൂർ ടു 4.5 മണിക്കൂർ വരെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻറ്റ്. വിത്ത് ദ സപ്പോർട്ട് ഓഫ് ന്യൂറോളജിസ്റ്റ് നമ്മൾ എത്രയും പെട്ടെന്ന് MRI അല്ലെങ്കിൽ CT എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുന്നു. നമ്മൾ അവിടെ തന്നെ നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കുന്നു. ഓക്കെ. അപ്പോൾ ബേസിക് ആയിട്ടുള്ള എല്ലാ സിസ്റ്റംസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സിംഗിൾ സിസ്റ്റമായിട്ട് നമ്മൾ ഒരിക്കലും ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് വേറൊരു പോയിന്റും കൂടി ഞാൻ പറയട്ടെ. ഒരു എമർജൻസി മെഡിസിൻ എന്ന് പറഞ്ഞാൽ എല്ലാ സിസ്റ്റംസ് നിർബന്ധമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിങ്ങൾ ഓരോ ഡോക്ടേഴ്സും നിങ്ങൾ സംസാരിക്കുമ്പോൾ അവർക്ക് ആ ഇൻഡിവിജ്വൽ സിസ്റ്റം ആയിരിക്കും അവരുടെ ഫോക്കസ്. അപ്പോൾ ഒരു ന്യൂറോളജിസ്റ്റ് നിങ്ങളടുത്ത് സംസാരിക്കുമ്പോൾ അവർക്ക് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡാണ് അവരുടെ ഫോക്കസ്. ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ അവരുടെ മെയിൻ ഫോക്കസ് ഹാർട്ടാണ്, ആണല്ലോ. ഓഫ് കോഴ്സ് ഹാർട്ടിൻ്റെ ഇഷ്യൂസ് കാരണം മൾട്ടിപ്പിൾ സിസ്റ്റംസ് ഡാമേജ് ആവുന്നുള്ളത് വേറെ സത്യം. പക്ഷെ അവരുടെ ഫോക്കസ് അതാണ്. നിങ്ങൾക്ക് ഒരു ആക്സിഡൻറ്റ് കേസ് ഒരു എക്സാമ്പിൾ പറയാം. ആക്സിഡൻറ്റ് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നൊരു എഫക്റ്റ് ആവണം എന്നില്ല. ചിലപ്പോൾ ആ പേഷ്യൻ്റ് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ടാണ് ആ ആക്സിഡൻറ്റ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഭാഗം, ദാറ്റ് ഈസ് എമർജൻസി മെഡിസിൻ, ഒരു കൺസൾട്ടൻറ്റ് നിർബന്ധമായിട്ട് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുള്ള എഫക്ട്സ് എല്ലാം ആൾ സോൾവ് ആക്കണം. പക്ഷേ ആക്സിഡൻറ്റ് സംഭവിക്കാനുള്ള റീസൺ എന്താന്ന് അതും ഒന്ന് ഉറപ്പാക്കി ഒന്ന് അവർ
സെറ്റിലാക്കണം. ബിക്കോസ് ചിലപ്പോൾ ആ ഹാർട്ട് അറ്റാക്ക് നിങ്ങൾ സെറ്റിലാക്കിയില്ലെങ്കിൽ ബാക്കി എല്ലാം ചെയ്തിട്ടുണ്ടാവും. പേഷ്യൻ്റ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ എല്ലാ സിസ്റ്റംസിൻ്റെ മോസ്റ്റ് ലൈഫ് ത്രെട്ടനിങ് കാര്യങ്ങൾ നമ്മൾ അതിന് എക്സ്പേർട്സ് ആവേണ്ടതാണ്. ദാറ്റ് ഈസ് എമർജൻസി മെഡിസിൻ. ഇപ്പൊ ഒരു അപകടം സംഭവിച്ചു. അപകടം സംഭവിച്ച ഉടനെ തന്നെ ഈ കാറില് അല്ലെങ്കിൽ ഓട്ടോറിക്ഷയിലൊക്കെ രോഗിയെ കയറ്റി ഇന്ന ആൾക്കാരൊക്കെ കുത്തി നിറച്ചൊക്കെ ഹോസ്പിറ്റലിൽ വരുമല്ലോ. അപ്പൊ ഈ നട്ടെല്ലിനൊക്കെ പരിക്കേറ്റവർക്കാണെങ്കിൽ അത് ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? ഉറപ്പായിട്ടും അത് കൊണ്ടുവരേണ്ട ഒരു രീതിയുണ്ട്. നമ്മളെപ്പോഴും ഒരു ആംബുലൻസ് വിളിച്ച് അതുപോലെ സ്പൈനും ഇതുമെല്ലാം ടേക്ക് കെയർ ചെയ്ത് അതൊന്നും അനങ്ങാതെ അതെല്ലാം പിന്നെയും എന്തെങ്കിലും ഫ്രാക്ചേഴ്സ് ഇതൊക്കെ കാണും. എല്ലാം കൂടുതൽ ഡിസ്ട്രാക്റ്റഡ് ആകാതെ, അതായത് സ്പൈനൽ കോഡിന് ഡാമേജ് ആകാതെ, അതായത് ഒരു സ്പൈൻ ബോർഡിന്റെ സഹായത്തോടെ, അതുപോലെ തന്നെ കോളർ എന്ന് പറയും, അതായത് കഴുത്തിന്റെ സ്പൈനിന് അനക്കാതിരിക്കാനായിട്ടുള്ള കോളർ, അതില്ലെങ്കിൽ തന്നെ 2 ബ്ലോക്കുകൾ വെച്ച് 2 സൈഡിലും വെച്ച് സ്ട്രക്ചർ 2 സൈഡിലും വെച്ച് സ്ട്രാപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും പേഷ്യൻസിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത്. അത് ഈവൻ നമ്മൾ എമർജൻസി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഈ പേഷ്യന്റിനെ ഇൻവെസ്റ്റിഗേഷൻസിന് അയക്കുമ്പോൾ, ഒരു CTക്ക് അയക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം നോക്കിയിട്ടാണ് അയക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു പ്രീ ഹോസ്പിറ്റൽ സിസ്റ്റം അത്രയും ഡെവലപ്ഡ് അല്ലാത്തത് കൊണ്ട്, ഇപ്പം വിളിച്ചാൽ തന്നെ ആംബുലൻസ് ഇത്ര എക്യുപ്മെന്റ്സും ആയിട്ട് എത്താനില്ലാത്തത് കൊണ്ട് പലപ്പോഴും ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാണ് ഇത് സ്റ്റാർട്ട് ആകുന്നത്. അതായത് നമ്മുടെ സ്പൈനൽ ഇമ്മൊബിലൈസേഷനൊക്കെ സ്റ്റാർട്ട് ആകുന്നത് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കഴിയുമ്പോഴാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടീം, പ്രീ ഹോസ്പിറ്റൽ ടീം, അതായത് ഒരു ENT, എമർജൻസി മെഡിസിൻ ടെക്നീഷ്യൻ കോഴ്സുകൾ ഇപ്പോൾ ഉണ്ട്. സോ അല്ലെങ്കിൽ നേഴ്സുമാർ, അവരാണ് ഈ ഹോസ്പിറ്റൽ ആംബുലൻസിലുള്ളെങ്കിൽ, പ്രീ ഹോസ്പിറ്റൽ സെറ്റിങ്ങിലുള്ളെങ്കിൽ പുറത്തെല്ലാം നടക്കുന്നത് ഇങ്ങനെയാണ്. അത് അവർ ചെന്ന് സൈൻ ബോർഡ് വെച്ച് അത് ആ ഒരു രീതിക്കാണ് ട്രാൻസ്പോർട്ട് ചെയ്യാറ്. ഞാനൊരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. ഓക്കെ, ഒരു സിമ്പിൾ, ഡോക്ടർ ടോം, ഉം. ഒരു നോർമൽ പെർസ്പെക്റ്റീവിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചു. ഉം. ഈ ഒരു ആക്സിഡന്റ് സംഭവിച്ച് ആ, നിങ്ങൾ ആ പറ ഒരു ഡിലേ നിങ്ങൾ പറഞ്ഞു വരുന്നത് ആംബുലൻസ് എത്രയും പെട്ടെന്ന് വിളിക്കണോ, ഇല്ലെങ്കിൽ എൻ്റെ സ്വന്തം വണ്ടിയിൽ ഞാൻ കയറ്റി ഈ പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണോ? ഇതാണ് ചോദ്യം. അത് നമ്മള് എവിടെയാ ഇത് സംഭവിക്കുന്നതെന്നുള്ള ഏരിയ അനുസരിച്ചിരിക്കും. ഇപ്പം ഹോസ്പിറ്റലിന് നിയർ ബൈ ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് ആംബുലൻസ് എത്തും. അങ്ങനെയുള്ള കണ്ടീഷന് ആംബുലൻസിന് വെയിറ്റ് ചെയ്യുന്നത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അല്ലാത്തൊരു ഇതെത്തി ആംബുലൻസ് എത്താൻ സമയം എടുക്കുന്നിടത്ത് അതിനു വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത് ബുദ്ധിമുട്ടാവും. കാരണം അതാണ് പേഷ്യന്റ് വേഴ്സാകത്തേ ഉള്ളൂ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ പോയിന്റ്. അനുസരിച്ച് സിറ്റുവേഷൻ. കാരണം എനിക്കിപ്പോൾ 2-3 പ്രാവശ്യം എൻ്റെ മുന്നിൽ തന്നെ ഞാൻ ആക്സിഡൻസ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം ഒരു 1 ഇയർ ബാക്ക് ഞാൻ കണ്ടൊരു ആക്സിഡൻറ്റ് നമ്മുടെ മുന്നിൽ തന്നെ സംഭവിക്കുന്നു. ആള് ചാലിൽ കിടക്കുന്നു, ആരും സപ്പോർട്ട് ചെയ്യാനില്ല, ആരും ഒന്നും ചെയ്യാനില്ല. പക്ഷേ ഞാൻ അവിടെ പോകുന്നു, ആളെ അവിടെ നിന്ന് എടുത്ത് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പം ഞാൻ ആൾക്കാരെ വിളിക്കുന്നു, എല്ലാവരും പിടിച്ച് ആളെ റോഡ് സൈഡിൽ ഒന്ന് കിടത്തുന്നു. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇനി ഞാൻ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യണോ, അല്ലെങ്കിൽ എൻ്റെ സ്വന്തം വണ്ടിയിൽ കയറ്റി ഞാൻ ഹോസ്പിറ്റലിലോട്ട് എത്തിക്കണോ? ഇത് സംഭവിച്ചത് ഒല്ലൂരാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ആംബുലൻസ് ആക്ച്വലി തൊട്ടടുത്താണ്. അവിടെ ട്രാഫിക് പോലീസ് വന്നിരുന്നു. അപ്പോൾ ഞാൻ ട്രാഫിക് പോലീസിനോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങൾ ആംബുലൻസ് വിളിച്ചിട്ടുണ്ടോ? ഇപ്പം എത്തും സർ എന്ന് പറഞ്ഞു. ആ ഒരു ആൻസർ മതി. നമുക്കപ്പോൾ 108 ആംബുലൻസ് തന്നെയാണ് അവർ വിളിച്ചിരുന്നത്. ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ അവർ വന്നു. എനിക്ക് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം ഡോക്ടർ ടോം നേരത്തെ പറഞ്ഞ രീതിയിൽ നമ്മൾ സ്പൈൻ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തിട്ട് ആംബുലൻസിലോട്ട് കയറ്റി പേഷ്യൻ്റ് ഹോസ്പിറ്റലിലോട്ട് എത്തുന്നു. പക്ഷേ ഇത് ഇതേമാതിരി തന്നെ എൻ്റെ വൈഫ് ഹൗസ് നെന്മാറയാണ്. നമ്മൾ പാലക്കാട് റോഡിലോട്ട് ഒരു ആക്സിഡൻറ്റ് ഇങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെ നിന്ന് ആംബുലൻസ് കിട്ടാൻ കുറച്ചധികം ടൈം ഉണ്ടാവും. ആളുടെ കാലും ഒടിച്ചിട്ടുണ്ട്, കാലിൽ നിന്ന് അത്യാവശ്യം നന്നായിട്ട് രക്തം പോയിക്കൊണ്ടിരിക്കുന്നു, കൈയും ഒടിച്ചിട്ടുണ്ട്, രക്തം പോയിക്കൊണ്ടിരിക്കുന്നു, ആൾ ശ്വാസം വലിക്കുന്നത് വളരെ കുറഞ്ഞു തുടങ്ങി. ഈ സിറ്റുവേഷൻ നമുക്ക് ഒരു ആംബുലൻസ് നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നമ്മളൊരു റിസ്ക് നമ്മൾ അറിയാം, ദാറ്റ് സ്പൈനൽ കോഡിന് ചിലപ്പോൾ ക്ഷതം ഏറ്റിട്ടുണ്ടാവും. പക്ഷേ എന്നാൽ പോലും ലൈഫ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ്. അത് മാക്സിമം അത് മൊബിലൈസ് ആകാതെ നമുക്ക് കാറിലാണെങ്കിലും ആ പേഷ്യന്റിനെ തന്നെ അത് നേരെ കിടത്തി ഇത് കൊണ്ടുവരാൻ പറ്റും. നമ്മൾ മാക്സിമം അത് ഡിസ്ട്രാക്ട് ചെയ്യാതെ ട്രൈ ചെയ്യുക. അതാണ് ചെയ്യാൻ പറ്റുക. ബോധരഹിതരാകുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് വെള്ളം കൊടുക്കുക, അങ്ങനെ അതൊക്കെ പിന്നെ ഇതിനു മുമ്പ് നമ്മൾ ഈ ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് എന്തൊക്കെ ശ്രദ്ധിക്കണം? സത്യം പറഞ്ഞാൽ വെള്ളം കൊടുക്കാൻ ബോധമില്ലാത്ത പാടില്ല. ആൾക്കാർ വെള്ളം കുടിക്കില്ലല്ലോ.
വെള്ളം കൊടുത്താൽ തന്നെ അത് പോകാൻ പോകുന്ന ലങ്സിലേക്കാണ്. അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കത്തേ ഉള്ളൂ. അത് പോലെ തന്നെ ഈ എല്ലാ പേഷ്യൻസിനും നമ്മൾ ആംബുലൻസിനോ ഇതിനു വേണ്ടി നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നടക്കാൻ പറ്റും. ആള് എഴുന്നേറ്റ് നടക്കുന്നുണ്ട്. മൈനർ ഇഞ്ചുറീസേ പറ്റിയിട്ടുള്ളൂ. അല്ലെ കൈക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. അങ്ങനെയുള്ളവരെയൊക്കെ എത്രയും പെട്ടെന്ന് വേറെ ഓട്ടോയിലോ ഏതിലാണെങ്കിലും വരുന്നതിൽ കുഴപ്പമില്ല. നമ്മളീ പറയുന്നത് അൺറെസ്പോൺസീവ് ആയിട്ട് അല്ല അനങ്ങാൻ പറ്റാതെ കിടക്കുന്ന പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണമെന്ന് നമ്മൾ മാക്സിമം ആയിട്ട് പറയുന്നത്. ചെയ്യാൻ പറ്റുന്ന മാക്സിമം എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് സൈറ്റ് എവിടെയാണോ ഒന്നൊരു ടൂർണിക്കറ്റ്, അത് ഏതൊരു തുണിയായാലും മതി, ഒന്ന് അതിന്റെ ടൈറ്റ് മേളിൽ ആയിട്ട് ഒന്ന് വെച്ച് ഒന്ന് ടൈറ്റ് കെട്ടാൻ ആക്കുക. ശ്രമിക്കുക. ഓക്കെ, അവിടെ ഒരു കംപ്രഷൻ കൊടുത്തു കഴിഞ്ഞാൽ ബ്ലഡ് ലോസ് ഏറ്റവും കൂടുതൽ ആക്സിഡൻസ് കഴിഞ്ഞാൽ മരണത്തിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് ലോസ് ആണല്ലോ. അപ്പോൾ ബ്ലഡ് നമുക്ക് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ആക്കാൻ പറ്റിയാൽ, ബ്ലീഡിങ് നിർത്താൻ പറ്റുവാണെങ്കിൽ പേഷ്യൻ്റ് സർവൈവ് ചെയ്യും. നമുക്ക് കുറേ ഇഷ്യൂസ് വന്നേക്കുന്നു, കുറേ പേഷ്യൻസ് പാവം രക്ഷപ്പെടാതിരിക്കാനുള്ള റീസൺ തന്നെ ബ്ലഡ് ലോസ് കാരണം നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അതൊന്ന് നമുക്ക് ബേസിക് ഫസ്റ്റ് എയ്ഡ്സ് ഒന്ന് നമുക്ക് എല്ലാവർക്കും പഠിക്കാൻ പറ്റുവാണെങ്കിൽ, ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അല്ലാണ്ട് ഒരു ഡോക്ടറിന് ആവശ്യമില്ല. ഇത് ശരിക്കും ചെയ്യുക ബേസിക് ഫസ്റ്റ് എയ്ഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ് ശരി, ഈ പറഞ്ഞ സിമ്പിൾ കാര്യം, ഒരു പേഷ്യൻ്റ് ആക്സിഡൻ്റ് കാര്യം നമ്മൾ ഫോക്കസ് ചെയ്യണമെങ്കിൽ പേഷ്യൻ്റ് ഒന്ന് ഫ്ലാറ്റായിട്ട് ഒന്ന് താഴെ കിടത്തണം. ഫ്ലാറ്റായിട്ട് ഫ്ലാറ്റായിട്ട് കിടത്തുമ്പോൾ നമ്മളൊന്ന് നോക്കണം ആളുടെ കഴുത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളത്. ആൾ സംസാരിക്കുകയാണെങ്കിൽ ആളോട് തന്നെ അപ്പുറത്തും ഇപ്പുറത്തും നോക്കാൻ പറയാം. ആൾക്ക് വേറെ എന്തെങ്കിലും ആളോട് തന്നെ ചോദിക്കുക, നിങ്ങൾക്ക് കഴുത്ത് വേദന എന്തെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ആംബുലൻസ് നമ്മൾ വെയിറ്റ് ചെയ്യണം. ഈ പറഞ്ഞ മാതിരി ആളുടെ ഒരു ഫ്രാക്ചർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് ഈ സ്പ്ലിൻ്റ് ഒന്നും എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഡോക്ടർ ടോം പറഞ്ഞ കോളർ ഒന്നും നമുക്ക് ആർക്കും സൈഡിലൊന്നും കിട്ടാനൊന്നും പോകുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു തലോണയോ എന്തെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, വേറൊരു ഫസ്റ്റ് എയ്ഡിൽ ഒരു പാറ എടുക്കുന്നു, ഒരു കല്ലിൻ്റെ ഒരു കഷ്ണം എടുക്കുന്നു, അതിന് ചുറ്റും തുണി വെക്കുന്നു, എന്നിട്ട് 2 സൈഡിലോട്ട് വെക്കുന്നു. അപ്പോൾ കഴുത്ത് അനങ്ങില്ല. എന്നിട്ട് ചുറ്റും വെറുതെ ഒരു തുണിയായിട്ട് ഒന്ന് കെട്ടിക്കഴിഞ്ഞാൽ ഇത് സ്റ്റേബിളായി. ഓക്കെ, ഷാർപ്പ് എഡ്ജസ് ഒന്നും ഉണ്ടാവരുത് ആ പാറയ്ക്ക്. ഞാൻ ഉദ്ദേശിക്കുന്നത് ചുറ്റും ഒന്നൊരു സോഫ്റ്റ് കുഷൻ ഉള്ള എഫക്റ്റ് ചെയ്യുന്നു. ഇതേമാതിരി തന്നെ നിങ്ങളുടെ കയ്യോ കാലോ എന്തെങ്കിലും ഒടിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പട്ടയുടെ ഒരു കഷ്ണം മതി. അല്ലെങ്കിൽ ഈ ഒരു ബേസ് ഫയർ ബോർഡ് ഫോഴ്സ് ആയാലും നല്ല മടക്കി അത് എക്സാക്ട്ലി ഒരു കുറച്ചൊന്ന് കാർഡ്ബോർഡ് പൊളിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന അത് കൂടുതൽ അനങ്ങരുത്. അവിടെയുള്ള അനങ്ങരുത്. വെസൽസ്, അവിടെയുള്ള നെർവ്സ് അതൊന്നും ഡാമേജ് ആകരുത്. ബ്ലീഡിങ് കുറയണം. അപ്പം നേരെ വെച്ച് അതൊന്ന് കെട്ടുക. അത് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ കാര്യങ്ങളെല്ലാം ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുവാണെങ്കിലും ഈ മോസ്റ്റ് ഓഫ് ദ ആക്സിഡൻസ് ഉണ്ടാകുന്നത് ഒരു യങ് പീപ്പിളിലായിരിക്കും, ഹു ആർ ദ ബ്രെഡ് വിന്നേഴ്സ് ഓഫ് ദ ഫാമിലി. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ആക്സിഡൻസിലെല്ലാം വേറൊരു അസുഖവും കാണത്തില്ല ഇവർക്ക്. മറ്റുള്ളവരെ പോലെയല്ല, വയസ്സുകാരെ പോലെ ഹാർട്ടിന് അസുഖം, കിഡ്നി പ്രോബ്ലം ഇങ്ങനെയൊന്നും ഉള്ളവരായിരിക്കില്ല. ഇവർക്ക് പ്രോംപ്റ്റ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവര് നേരെയായി വരാനായിട്ടുള്ള സാധ്യതകൾ ഭയങ്കരമാണ്. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം കാണാറുള്ളത്, ആൾക്കാർക്ക് ഹോസ്പിറ്റലിലേക്ക് എടുത്തുകൊണ്ട് വരാൻ ഉള്ള മടി. അത് പലപ്പോഴും കാണാറുണ്ട്. 100 പേര് കൂടി നോക്കി നിൽക്കും, ആരിതിനെ ചെയ്യും. എല്ലാവരുടെയും പേടി ഞാനിനി എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ കേസ്, കോടതി, ഇതിന്റെ പുറകെ പോകണമെന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു പ്രശ്നമൊന്നും വരുന്നില്ല. ഇവിടെ തന്നെ ഒരു ഗുഡ് സമരിത്താൻ ലോ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മള് പേഷ്യന്റിനെ എടുത്തോണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒന്നും റെസ്പോൺസിബിൾ ആയിരിക്കില്ല. ഈവൻ നമ്മള് പേഷ്യൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെസ്പോൺസിബിൾ ആയിരിക്കില്ല. നമ്മൾ അതിന് വേണ്ടി ഇനിയും കോടതി കയറി ഇറങ്ങോ ഇതിനൊന്നും വേണ്ട. ബട്ട് അതൊന്ന് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ അത്രയും മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും. ഇപ്പം സാർ ഇപ്പം പോലീസ് കേസിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഭയമുണ്ട്. ഇപ്പം ഞാനൊരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ പോലീസ് വന്നതിന് ശേഷം മാത്രമേ ആ രോഗിയെ പരിചരിക്കുകയുള്ളൂ, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കണം, അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ട് സിനിമയിലും ഒക്കെ അങ്ങനെയുണ്ട്. ശരിക്കും അങ്ങനെ ഉണ്ടോ? ശരിക്കും അങ്ങനെയില്ല. അത് നമ്മളെ ഒരു ഹിസ്റ്ററി എടുക്കും. നിങ്ങൾ ആളുമായിട്ട് ഒട്ടും റിലേറ്റഡ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒബ്വിയസ്ലി പേഷ്യൻസിനെ അവിടെ ആക്കിയിട്ട് നിങ്ങൾക്ക് പോകാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പോലീസിനെ വിളിച്ചറിയിപ്പിക്കും. ആളുടെ കൂടെ ആരും ഇല്ലെങ്കിൽ പോലീസിനെ വിളിച്ചറിയിപ്പിക്കും. പോലീസ് ഇവരുടെ വെയർ അബൌട്ട്സ് തിരക്കിക്കൊണ്ട് ആളുടെ ബൈസ്റ്റാൻഡേഴ്സിനെ കൊണ്ടുവരും. അതുവരെയും ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ആളുടെ ജീവിതമാണ് ആദ്യമേ നോക്കേണ്ടത്. നമ്മളുടെ ആ കാര്യത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അത് പോലീസ് ബൈസ്റ്റാൻഡേഴ്സിനെ വിളിച്ചുകൊണ്ട് വരും.
പിന്നെ അത് കഴിഞ്ഞിട്ട് അതുവരെയുള്ള സ്റ്റെബിലൈസേഷൻ പാർട്ടെല്ലാം നമ്മൾ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരോട് സംസാരിച്ചിട്ട് ബാക്കി ഫർദർ കെയർ അഡ്മിഷൻ ആക്കുന്നതും ബാക്കി കാര്യങ്ങളും എല്ലാം അവരോട് സംസാരിച്ചിട്ട് അതുവരെ നമ്മൾ ഇഡിയിൽ അവർക്ക് കെയർ കൊടുക്കും. സൂയിസൈഡ് ഒക്കെ ചെയ്തിട്ട് വരുന്ന ആൾക്കാർ, പ്രണയ നൈരാശ്യമൊക്കെ കൊണ്ടൊക്കെ വന്ന് സൂയിസൈഡ് ചെയ്യുന്നവർ പോലീസിനെ അറിയിക്കരുത് എന്നൊക്കെ ചിലപ്പോൾ ആൾക്കാർ പറയും. അപ്പോൾ ഉറപ്പായിട്ടും അത് നമ്മൾ മാനുഷിക പരിഗണന വെച്ച് അറിയിക്കാതിരിക്കുമോ? എല്ലാ എല്ലാ കേസുകളും അറിയിക്കുമോ? ഇല്ല, ഇതിലെ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിർബന്ധമായിട്ട് നമുക്ക് പോലീസിനെ അറിയിച്ചേ തീരൂ. അതിൽ എക്സെപ്ഷൻ ഇല്ല. നമുക്ക് മാനുഷികമായിട്ടുള്ള ഇത് നമ്മൾ കൊടുക്കുകയാണെങ്കിലും പോലും അവരെ വീട്ടിലത്തെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് ശരിക്കും അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഈ പറഞ്ഞ വിക്ടിം ആള് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കാൻ കാരണം എന്താണെന്നുള്ളത് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അവിടെ വല്ല വയലൻസ് ആയിരിക്കും, ചിലപ്പോൾ അവിടെ അബ്യൂസ് ആയിരിക്കും, അവിടെ വേറെ കുറേ ഇഷ്യൂസ് അവിടെ നടക്കുന്നുണ്ടാവും, വിച്ച് വി ഹാവ് നോ ഐഡിയ. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ലാസ്റ്റ് ഡോക്ടേഴ്സ് ആ റിസ്ക് എടുത്തിട്ട് അവർ ആക്ച്വലി ഹെൽപ്പല്ല ചെയ്യുന്നത്. നേരെ മറിച്ച് അവരുടെ ആ ഒരു ഇഷ്യൂ അവിടെ കവർ ചെയ്യാനാണ് അവിടെ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമ്മൾ ചെയ്യരുതെന്ന് മാത്രമല്ല, അത് മൾട്ടിപ്പിൾ ഇഷ്യൂസിൽ അത് ചെയ്യുമ്പോൾ ഇതേ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊരു കാര്യമാണ്, ഒരു മരിച്ചൊരാൾ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോൾ നമ്മൾ എന്തിന് പോലീസിനെ അറിയിക്കണമെന്ന്. ഇപ്പോൾ വേറൊരു അസുഖമില്ല, നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പോലീസിന് നിർബന്ധമായിട്ട് ഇൻഫോം ചെയ്യണം. എന്തുകൊണ്ട്? അതിന്റെ ഫർദർ ആയിട്ട് വരുന്ന എല്ലാം പിന്നെ ഹോസ്പിറ്റലുകാർ. അല്ലെ, കാരണം നമുക്കതിൻ്റെ റീസൺ ഓഫ് എന്താ ഡെത്ത് റീസൺ എന്ന് അറിഞ്ഞൂടല്ലോ. അറിയില്ല. നമുക്കിപ്പോൾ നിങ്ങൾക്കിപ്പോൾ അറിയാലോ സയനൈഡിൻ്റെ മൾട്ടിപ്പിൾ കേസ് കേരളത്തിലുള്ള വന്നത്. അതിപ്പോൾ എത്രാമത്തെ കേസിലാണ് നമുക്ക് മനസ്സിലായത് ദാറ്റ് ഇങ്ങനത്തെ ഒരു സംഭവം അവിടെ നടന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പേഷ്യൻ്റ് ഡെത്തായി വരുന്നു, വേറെ ഒരു അസുഖങ്ങളില്ല, ഒരു റിലീജിയസ് ഒരു ഇഷ്യൂ അവിടെ വരുന്നുണ്ട്. ചില റിലീജിയനിൽ നിർബന്ധമായിട്ട് പോസ്റ്റ്മോർട്ടം ചെയ്യരുതെന്ന് പറയുന്ന ഒരു രീതി ഇപ്പോഴും കേരളത്തിൽ നിൽക്കുന്നുണ്ട്. അത് നമുക്ക് തീർത്തും സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. നമ്മൾ അത് ജനങ്ങളെ ഒന്ന് കാരണം പറഞ്ഞ് അത് മനസ്സിലാക്കണമെന്ന് നമ്മുടെ മാത്രമല്ല, തീരുമാനമല്ല. നമ്മൾ പോലീസിനെ ഇന്റിമേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പോലീസിന് വന്നിട്ട് അത് വേണ്ടാന്ന് ആണെങ്കിൽ അവർക്ക് ഡൗട്ടൊന്നും തോന്നുന്നില്ലെങ്കിൽ അവർക്ക് പോസ്റ്റ്മോർട്ടം വെയിറ്റ് ചെയ്യാം. അവർക്ക് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ അവർക്ക് ഡൗട്ട് ക്ലിയറൻസ്, ദാറ്റ് മീൻസ് അവരൊരു ഇൻവെസ്റ്റിഗേഷൻ അവർ കണ്ടക്ട് ചെയ്യുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ ആ പേഷ്യൻ്റ് ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, അവർ വീട്ടിൽ പോയിട്ട് അവർ റിലേറ്റീവ്സിനോട് സംസാരിച്ച് എന്താണ് ആക്ച്വലി സംഭവിച്ചത്. അപ്പോൾ അവർക്ക് പിന്നെയും നമ്മുടെ അടുത്ത് പറയും, ഡോക്ടറെ നമ്മുടെ സൈഡിൽ നിന്ന് ഇത് ഓക്കെയാണ്, അങ്ങനെയാണെങ്കിൽ നമുക്കും ഒരു പെർമിഷൻ ഉണ്ട് നമുക്ക് ആ ബോഡി വിട്ടുകൊടുക്കാൻ. ഇല്ലെങ്കിൽ അവർക്കും പോസ്റ്റ്മോർട്ടം നിർബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസുകാർക്ക് നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്ന വേറൊരു കാര്യമുണ്ട്. ഈ സൂയിസൈഡ് എല്ലാം ചെയ്തിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ പോലീസിനെ ഇന്റിമേറ്റ് ചെയ്യുക ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ പോലീസ് കേസാകുകയല്ല ചെയ്യുന്നത്. നമ്മൾ പോലീസിനെ അറിയിച്ചു ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്ന്. പോലീസ് അവരെ വിളിച്ച് തിരക്കും. ഇത് എന്താണ്, ഇത് ആരെങ്കിലും ചെയ്യാൻ സാധ്യതയുണ്ടോ, ഇത് എന്തേലും ആരെങ്കിലും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് പോലീസ് ചെയ്യുന്നത്. അല്ലാതെ ഇത് കേസായിട്ട് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരുമെന്ന് വിചാരിച്ച് വരാതിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടേ ആകത്തുള്ളൂ. നമ്മൾ പോലീസിനെ ഇന്റിമേറ്റ് ചെയ്യുക, അതായത് പോലീസിനോട് പറയുക ഇങ്ങനെ ഒരു കാര്യം വന്നിട്ടുണ്ട്, നിങ്ങൾ അപ്പം അവർ വിളിച്ച് ചോദിക്കും. വേറെ പ്രശ്നമൊന്നുമില്ല, ഈ പറഞ്ഞ പോലെ ആളിങ്ങനെ ചെയ്തതാണെങ്കിൽ പോലീസ് വന്നിട്ട് ഒരു മൊഴിയെടുക്കും, അതവിടെ തീർന്നു. അല്ലാതെ ഇത് കേസായിട്ട് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരത്തൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ളവർ ഹോസ്പിറ്റലിൽ വരണം. കേസാവുമെന്ന് പേടിച്ച് വരാതിരിക്കരുത്. കാരണം ട്രീറ്റ്മെൻറ്റ് എടുക്കുക, ലൈഫാണ് ഇമ്പോർട്ടൻറ്റ്. ബിനിഷ, അപ്പോൾ ഒരു ചോദ്യം ചോദിക്കട്ടെ. ഒരു ബൈക്കിൽ നിന്ന് ഒരാൾ ഒന്ന് സ്കിഡ് ചെയ്ത് വീണു, വേറെ ഒരു കുഴപ്പം ആൾക്കില്ല, കേസ് എടുക്കണോ വേണ്ടേ? അല്ലെങ്കിൽ ഈ പറഞ്ഞ മെഡിക്കോ ലീഗൽ കേസ് ആക്കണോ? വേണ്ട. വേണ്ട. കാരണം അയാൾ തന്നെയല്ലേ വീണത്. വീണത് ആ. ആളാണല്ലോ നിങ്ങളോട് പറഞ്ഞത് ഇതാണ് സംഭവിച്ചേക്കുന്നുള്ളത്. നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉറപ്പുണ്ടോ ഈ പറഞ്ഞ ബൈക്ക് വേറൊരാൾ ഇടിച്ചിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അത് ഉറപ്പില്ല. അയാൾ പറയുന്നതാണ് നമ്മൾ നമുക്ക് കേൾക്കുന്നത്. വിശ്വസിക്കാൻ പറ്റുമോ? കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വണ്ടി ഒരാളെ തട്ടി അല്ലെങ്കിൽ ഒരു ബൈക്ക് ഒരാൾ തട്ടി, അവരവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു, ബൈക്ക് എടുത്തിട്ട് അവർ എസ്കേപ്പ് ചെയ്തു. പക്ഷേ മറ്റാൾ അവിടെ മരിച്ചു എന്ന് വിചാരിക്കുക. പോലീസ് ആദ്യം തന്നെ ചെയ്യുന്നൊരു കാര്യം എന്താ? ഇന്ന് ആക്സിഡൻ്റ് ആയിട്ട് ഏതൊക്കെ കേസാണ് വന്നേക്കുന്നത്, അതാണ് ഫസ്റ്റ് അവർ ലിസ്റ്റിൽ നോക്കുന്നത്. അപ്പം നമ്മൾ ഇതൊരു ആക്സിഡൻറ്റ് എടുത്തിട്ടില്ല, ആൾ സ്വന്തം ബൈക്കിൽ നിന്ന് സ്വന്തമായിട്ട് വീണു. അതെ. മനസ്സിലായോ? ഉം. നോർമൽ കേസ് സിനാറിയോയിൽ ആൾ ഒരിക്കലും അവിടെ നിന്ന് പോവില്ല. പക്ഷെ നമ്മൾ എത്രയോ വീഡിയോസ്, റിയൽ ലൈഫ് വീഡിയോസ്, CCTV ക്യാമറ നമ്മൾ കാണുന്നു. ഇടിച്ചിട്ടിട്ട് മനുഷ്യൻ പോകുന്നു. ഇടിച്ചിട്ട് അവർ പോകുന്നു. അതെ. അവർ ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ടാവും. ഉം. പക്ഷെ അവർ നമ്മളോടത്ത് എന്താ പറയാ?
അവര് സ്വന്തം ബൈക്കിൽ നിന്ന് വീണു. അപ്പോൾ വേറൊരു മാർഗ്ഗവുമില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. നമുക്ക് 100% എല്ലാവരും നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. ആൻഡ് നാളെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ ഡോക്ടർ എന്തുകൊണ്ട് ഇതൊരു മെഡിക്കൽ ലീഗൽ കേസ് ആക്കിയില്ല? ഉം. അതിൻ്റെ ആൻസർ നമുക്കില്ല. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഏതൊരു അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് മെഡിക്കൽ പ്രൊഫഷനിൽ പഠിക്കുന്ന കുറച്ച് കാര്യങ്ങൾ തന്നെയാണ്. അത് നിർബന്ധമായിട്ട് ഈ പറഞ്ഞ കേസസ് നമ്മൾ എന്തായാലും ലീഗലായിട്ട് നമ്മൾ മൂവ് ചെയ്യണം. ഇതിൻ്റെ അർത്ഥം ഡോക്ടർ ടോം ഇപ്പം നേരത്തെ പറഞ്ഞ മാതിരി അങ്ങൊരു പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും, അങ്ങൊരു കോടതി പോകേണ്ടി വരും, ഒരിക്കലല്ല. ഇത് ജസ്റ്റ് ഒരു ഇൻറ്റിമേഷൻ മാത്രമേ അയക്കുള്ളൂ. ഇൻറ്റിമേഷൻ ഒരു കേസ് ആരെങ്കിലും അത് ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ പോലീസ് ആർക്കും അതിന് പരാതി പുറകെ ഉണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. കേസാവും. ഒരു ഡോക്ടർ പോലും ദൈവങ്ങളായിട്ട് നമ്മൾ കാണരുത്. ഒരു ആക്സിഡന്റ് സംഭവിച്ചു, വണ്ടി ഓടിച്ച ആള് കുടിച്ചു എന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. നിങ്ങൾ ആശുപത്രിയിലോട്ട് പോയിട്ട് അയാളുടെ ബ്ലഡ് നിങ്ങൾക്ക് എടുക്കാനായിട്ടുള്ള റൈറ്റ് ഉണ്ട്. റിലേറ്റീവ്സ് ഒരു 2-3 ദിവസം വെന്റിലേറ്റർ കിടന്നു കഴിയുമ്പോൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കാശ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയാണിത്. ഞാൻ കുറേ വാർത്തകളൊക്കെ കേൾക്കുന്നത് ആള് മരിച്ചിട്ട് 3-4 ദിവസമായി ഇതുവരെ നമ്മൾ ആരും കാണിക്കുന്നില്ല. അത് ഒരു ഹോസ്പിറ്റൽ കാര്യം അത് സത്യമല്ല. നമ്മളിത് വെന്റിലേറ്ററിലാക്കണം, അവർ യെസ് പറയുന്നു. പക്ഷേ അടുത്ത ദിവസം ആകുമ്പോൾ ICUയിൽ ബഹളം വരുന്നു, പേഷ്യന്റിനെ വെന്റിലേറ്ററിന് അവർ വേണ്ടാന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും? നമുക്ക് വെന്റിലേറ്റർ ഓഫാക്കാൻ പറ്റും? കൺസേൺ ആയിട്ടുള്ള ആള് പറയുമ്പോൾ ഓഫാക്കാം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ഇത്തരം ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എല്ലാവരും മീഡിയയിലും ആരായാലും അവരുടെ സൈഡ് മാത്രമാണ് അധികം Exactly. കേൾക്കുന്നത്. ആരും ഡോക്ടേഴ്സിനെ ഇന്റർവ്യൂ ചെയ്യുന്നില്ലല്ലോ. ഒരു ഇഷ്യൂ ഉണ്ടായാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? TRP റേറ്റിംഗ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് ആകെ പേഷ്യൻസിന്റെ റിലേറ്റീവ്സിന്റെ അടുത്ത് മാത്രമേ സംസാരിക്കുള്ളൂ. സംഭവിച്ചത് എന്താണെന്നുള്ളത് ഡോക്ടർമാരുടെ ഒരു വലിയൊരു സ്റ്റഡി നടന്നതിൽ ഏറ്റവും കൂടുതൽ ആയുസ് കുറവുള്ള ഡോക്ടേഴ്സ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എമർജൻസി മെഡിസിൻ്റെ ഡോക്ടേഴ്സാണ്. അത്യാഹിതങ്ങളിൽ ഇനി വാതിലുകൾ അടയില്ല. ഡിപ്പാർട്ട്മെന്റ് ഓഫ് എമർജൻസി മെഡിസിൻ, അമല ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, തൃശൂർ.